ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഇന്ന് ജൂൺ 2 തിങ്കളാഴ്ച. ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസം. പിള്ളേർക്ക് എല്ലാം ആവശ്യമായിരിക്കും. ചില പിള്ളേർക്ക് നല്ല എക്സൈറ്റ്മെന്റ് ആയിരിക്കും, ചില പിള്ളേർക്ക് ഭയങ്കര മടിയായിരിക്കും അല്ലേ സ്കൂളിൽ പോകാൻ. അപ്പം എന്തുകൊണ്ട് വന്നാൽ ഈ പുതിയ സ്കൂൾ, ചില പുതിയതായിട്ട് സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് പുതിയ സ്കൂൾ കാണാനില്ല ആകാംക്ഷ. പഴയ പിള്ളേർക്ക് പറഞ്ഞാൽ അവരുടെ പഴയ ഫ്രണ്ട്സിനെ കാണാം, പുതിയ ടീച്ചേഴ്സിനെ കാണാം, അങ്ങനെ എക്സൈറ്റ്മെന്റ് ആയിരിക്കും അല്ലേ? അതെല്ലാവർക്കും ഉണ്ടാവില്ല. നമ്മളെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷേ ഒരു വ്യത്യാസം പറഞ്ഞാൽ നമ്മളെ സമയത്ത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ്മാരെ കാണാൻ പറ്റിയിട്ടുണ്ടായിട്ട് കോൺവെർസേഷൻ ഉണ്ടായിട്ട്. ഇപ്പോൾ പറഞ്ഞാൽ ഫോണെല്ലാം ഉണ്ടല്ലോ, അതുകൊണ്ട് കോൺവെർസേഷൻ ഉണ്ടാവും. പക്ഷേ നമ്മളെ കാലം നല്ല കാലം. ആ കുറേ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ? അത് കറക്റ്റ് അല്ലേ? ഇന്നും കാലാവസ്ഥ മോശമില്ല, ഇന്ന് നല്ല വെയിലുണ്ട്, അതുകൊണ്ട് പിള്ളേർക്ക് നല്ല സുഖമായിട്ട് സ്കൂളിൽ പോയിട്ട് വരാം. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ പോയിന്റ് അല്ലേ, വട്ട് ആയിട്ടൂടെ. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ വേറൊരു കാര്യം, ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പാണ് ഞാൻ ഓഫീസ് പോകുന്നത്, അതുകൊണ്ട് വേഗം ഓഫീസും പോകണം, റെഡി ആവണം. എത്ര ഞാൻ പറഞ്ഞില്ലേ, പനി പിടിച്ചിട്ട് പോയിട്ട് 24 ദിവസം ഞാൻ കഴിഞ്ഞ മാസം ഉണ്ടായിട്ടില്ല, ഈ മാസം 2-ാം തീയതി പോകണം. പിന്നെ വേറൊരു സന്തോഷം വരുന്നത്, ഇന്ന് എൻ്റെ മോള് വരുന്നുണ്ട് കേട്ടോ, കൊച്ചിയിൽ നിന്ന്. കൊച്ചി മതിയാക്കിയിട്ടുണ്ട് വരുന്നത്, 2 വർഷമായി ഉള്ളടാ. അപ്പോൾ അതൊരു എക്സൈറ്റ്മെൻറ്റ് സർപ്രൈസും പിന്നെ പറയാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നമുക്ക് കാണാം. ജസ്റ്റ് വെയിറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ ഗൈസ് 2 പൂങ്ങാമുട്ടിയും കട്ടൻ കാപ്പി. ഞാൻ ഭയങ്കര ഡയറ്റിലാണ്. ഞാൻ കുറച്ച് ഫുഡെല്ലാം നല്ലോണം കഴിച്ചിട്ടില്ല, ഫാസ്റ്റ് ഫുഡെല്ലാം കുറച്ച് തടി കൂടിപ്പോയി. അപ്പോൾ ആദ്യം കുറച്ച് മെയിൻറ്റെയിൻ, അധികം നല്ലോണം കൂടിയിട്ടാണ്, കുറച്ച് കൂടിപ്പോയി, ഒരു 2 കിലോ കൂടിപ്പോയി, അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ ഏറ്റവും കഷ്ടപ്പെട്ടിട്ടാണ് കിലോ 10 കിലോ കുറച്ച് തന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഏട്ടനേട്ടത്തിമെല്ലാം വന്നിട്ടാകുമ്പോൾ അധികം വീട്ടിൽ തന്നെ ഉണ്ടായതാണ് പാലം. അപ്പോൾ അത് ഫാസ്റ്റ് ഫുഡെല്ലാം കഴിച്ച് കുറച്ച് ജാസ്തി വെച്ചു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ കട്ടൊക്കെ ഡേറ്റാണ്. ഹായ് ഗൈസ്, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം വന്നത് ഞാൻ ഓഫീസ്. അപ്പോൾ ലഞ്ച് ടൈമിൽ 2 മണിയെല്ലാം കഴിഞ്ഞില്ലേ, അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അജി എനിക്കെന്തോ സ്പെഷ്യൽ ഒന്നും ഇത് അതാണ് മീറ്റിംഗ് തന്നത്. നോക്കട്ടെ ഇന്ത്യയിൽ മൂട അല്ലേ, മൂടാക്കുന്നില്ലേ, ചക്ക മൂട, അതാണ്. കഴിക്കട്ടെ. അത് വേണ്ട, കുറേ മുടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ നിൽക്കുക, ഒരു 2 ഞാൻ നിൽക്കും, മറ്റു വീട്ടിൽ കൊണ്ടുപോകും, മക്കൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ എൻ്റെ മോളും മോനും ഉണ്ട് വീട്ടിൽ, ആർക്കും കൊടുക്കാം വേണ്ടോ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാവും മുറ്റത്ത് അവിടെ ഫുഡ്. അപ്പോൾ 2 കൂടെ ഞാൻ കഴിക്കാം. ഗൈസ് ദാ പിങ്കി മോൾ വന്നതാ, കൊച്ചു മതിയാക്കിട്ടത്. നിങ്ങളുടെ എത്ര 2 വർഷം ഉണ്ടായതല്ലേ? 1.5 വർഷം ഉണ്ടായതാ. 1.5 വർഷം എനിക്ക് കൊച്ചി നിന്നതാണ്. അവളെ സൈബർ സെക്യൂരിറ്റി കോഴ്സ് പഠിച്ചുകൊണ്ടായി, പിന്നെ പാർട്ട് ടൈം ആയിട്ടാണ് ജോലി, പിന്നെ ഫുൾ ടൈം ആയിട്ടാണ് ജോലി ചെയ്തുകൊണ്ടായതാണ്. അവൾ എനിക്ക് അറിഞ്ഞ് മതിയാക്കി വരുമ്പോൾ കൊണ്ടുവന്ന സാധനം വിളിച്ചു പറ. പേട വാങ്ങി തന്നല്ലോ, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ ആ വിചാരിച്ച പേട വാങ്ങിച്ചിട്ട് അങ്ങനെ പേട വാങ്ങി കഴിച്ചു. പേട എന്റെ ഫേവറേറ്റ് ആണ്, എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്, മധുരത്തിന്റെ പണ്ടാറാണ്. ഇരുട്ടടിക്കണം ഗൈസ്, ഒരു നല്ല ഫോം അടിക്കണം, ഫോൺ വാങ്ങിക്കണം. പിന്നെ ബാക്കിയുള്ള സർപ്രൈസ് ഞാൻ പിന്നെ പറഞ്ഞോളൂ കേട്ടോ, ഇപ്പോൾ ഒന്നല്ല. അപ്പോൾ ഞാൻ പേട എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഗൈസ് പിങ്കി പേടയുടെ ബോക്സ് ഓടിക്കുന്നുണ്ട്, നോക്കാം നമുക്ക്. നല്ല കവറാണ്, ആ ബോക്സ് കൊണ്ടു നോക്കണം. ഷൂ പേട എനിക്ക് ഇപ്പോൾ വൈദ്യുതി പഠിക്കുന്നത് വയസ്സ് ഞാൻ വന്ന് കഴിക്കട്ടെ. പേട എടുത്തു, കഴിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇത്രയിലും. അപ്പോൾ ഇന്നത്തെ വോട്ടായി ടുഡേ അത്രയിലും. അപ്പോൾ ഞാൻ പേടെല്ലാം കഴിച്ച ശേഷം ഇപ്പോൾ രാത്രി ഫുഡൊന്നും വേണ്ട, വയറ് ഫുള്ളാണ്, മതി. അപ്പോൾ ഗുഡ് നൈറ്റ് ശുഭരാത്രി.